അപ്പോൾ ഗൈസ് ഇന്നലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് വണ്ടി ഒരു ഇഞ്ച് മുന്നോട്ടോ പുറകോട്ടോ പോകുന്നില്ല. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ വീല് ജാമായിട്ടിരിക്കുന്നു വണ്ടി. അപ്പോൾ ഒരു സൈഡ് ഞങ്ങൾ ശരിയാക്കി. ഇനിയിപ്പോൾ മറ്റേ സൈഡ് ശരിയാക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു കൗതുകം വന്നു. അപ്പോൾ ഞങ്ങൾ വീല് അഴിച്ച് ശരിയാക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. കുഞ്ഞിനെ ഡിക്കി തുറന്ന് ജാക്കി ഇതെല്ലാം എടുത്ത് കേട്ടോ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ടിൽ 2 അട വയ്ക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി മൂവ് ആവാതിരിക്കാൻ ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജാക്കിൽ വെറും ഇതൊക്കെ വണ്ടിയിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ജാക്കി വെക്കേണ്ട സ്ഥലം കണ്ടുപിടിക്കണം. ഇതാ ഈ വെട്ട് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ ജാക്കി ഫിക്സ് ചെയ്യും. ജാക്കി ഫിക്സ് ചെയ്ത് ഇത് പൊക്കിയിട്ട് ഈ വീല് അഴിക്കും. ഈ വീല് അഴിച്ചിട്ട് വേണം നോക്കാൻ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ടയർ അഴിക്കാനുള്ള ആദ്യ ശ്രമമാണ്. അപ്പോൾ കൈ കൊണ്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കാല് കൊണ്ടൊരു പല പ്രയോഗത്തിലൂടെ ഓക്കെ അതഴിച്ചു. ഒരു നെട്ട് അഴിഞ്ഞുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ക്രൂ വഴിയാണ് കാണുന്നുണ്ടോന്ന് അറിയില്ല. എടുത്തേക്ക് വന്നിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി 4. നാലാമത്തെ കഴിഞ്ഞു. ഇത് ആദ്യം കുറച്ചും കൊണ്ട് ഉയർത്തിയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അത്ര നേരോട്ട് ഇത് ചെയ്യണ്ടേ. കുറച്ച് ഉയരം കൂടി ഓക്കെ. എന്തോ വെട്ടിൻ്റെ അവിടെ കറുത്ത് കണ്ട വെട്ട് കാണാണ്ടോ നിനക്ക്? അവിടെ കൊള്ളിച്ചിട്ടുണ്ട്. ആ അവിടെ ജാക്കി കൊള്ളിച്ചിട്ടുണ്ട്. അടി നിരപ്പായ സ്ഥലം അല്ലെങ്കിൽ നമ്മൾ അടിയിൽ അല്ലെങ്കിൽ ഒരു കട്ടായൊക്കെ വെക്കണം. കറക്റ്റ് പലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ സിമെൻ്റ് ഇട്ട കാരണം ജാക്കി ഡയറക്റ്റ് ജാക്കി വെച്ചിരിക്കുന്നുണ്ടോ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പം ഇനി നമ്മൾ ഉണ്ട് അങ്ങനെ തെന്നാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വണ്ടിയുടെ ടയർ ഞാൻ അഴിക്കുന്നത്. ഇപ്പം ഇനി രണ്ടാമത്തെ. അപ്പോൾ ആദ്യമായിട്ട് രണ്ടാമത്തെ തവണ കാറുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ വീലൊക്കെ അഴിക്കുക എന്നൊക്കെ പറയുന്നത് പുതിയൊരു അനുഭവമാണ്. പുതിയ കാറ് മേടിച്ചിട്ട് ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞ് ആദ്യമായിട്ട് സ്വന്തമായിട്ട് നമ്മൾ ടയർ അഴിക്കുകയാണ്. ആരെയും പരസഹായം ഇല്ലാതെ യൂട്യൂബ് ഐഡിയ മാത്രം വെച്ചിട്ടാണ് കേട്ടോ. കുറച്ച് വീഡിയോ ഇതിന് വേണ്ടി നമ്മൾ കണ്ടിരുന്നു. ആ വീഡിയോ നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മെയ്വഴക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ പരിപാടി പരിചയമില്ലായ്മ. പക്ഷെ അത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സ്വന്തമായിട്ട് പലതും ചെയ്തിട്ട് ഇതിലും ഒരു കോൺഫിഡൻസ് വന്നു. അതിന് വലിയ മെക്കാനിക്കൽ പരിപാടി അല്ലാത്തതുകൊണ്ടും ഒരു മനുഷ്യന് സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി ആയതെന്ന് തോന്നിയതിനാലാണ് ഇത് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ നമ്മൾ ജാക്കിയിൽ നിന്ന് ഇപ്പോൾ അത് വണ്ടി ഉയരിപ്പോ സോറി ആ ഭാഗത്തുനിന്ന് വേറിട്ടുണ്ടോ പരിചയമില്ലാത്ത. ഇങ്ങനെ ടയർ പൊങ്ങുന്ന വല്ല അറിയുണ്ടോ? ചെറുതായിട്ട് നന്നായിപ്പോൾ പൊങ്ങോട്ടാ. പൊങ്ങാണ്ട് തോന്നുന്നു. അപ്പോൾ ഈ ജാം എന്താണെന്നുള്ളത് ഇത് ഹാൻഡ് ബ്രേക്ക് ടൈറ്റ് ആയെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ ചളി കൂടെ. അപ്പോൾ ഒരു ദിവസം കുഞ്ഞുണ്ണിയുണ്ടല്ലോ പറഞ്ഞ് ചളി കൂടെ ഇറക്കിയ ഒരു ദിവസം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. ചളിയുള്ളൊരു മഡ് റൂട്ടിലൂടെ വണ്ടി ഇറക്കേണ്ടി വന്നു. അത് നല്ല മഴ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ. മതിയോ? നിർത്തുന്ന വിട്ടില്ലേ?
ആ പൊങ്ങിണ്ട് ടയർ. ഓക്കെ ഓക്കെ അണ്ടർസ്റ്റുഡ്. ഓക്കെ ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ ജാക്കി ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ പൊക്കണം. ഓക്കെ പൊങ്ങിയുണ്ട്. നമുക്ക് വീല് അഴിക്കാം. അപ്പൊ ടയർ വരാണേ. കിട്ടുന്നുണ്ട് അത്. ജാക്കി കിട്ടും. ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ ജാക്കി ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ പൊക്കണം. ഓക്കെ ഇനി കട്ട് ചെയ്തോ. മറ്റേ കിട്ടിയിട്ടുണ്ടല്ലോ, നേരത്തെ എടുത്തുണ്ടല്ലോ നമുക്ക്. പരിചയക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ ഇന്നത് മാറ്റിയിട്ട് സെൽഫായിട്ട് ഇത് ശരിയാക്കും. ഇതുപോലെ വഴിയിൽ അപകടം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിയാൽ നമ്മളൊരാളെ നോക്കാതെ നമുക്ക് കുറേയൊക്കെ ജോലി നമുക്ക് സെൽഫ് അറിയണ്ടേ വണ്ടീനെ കുറിച്ചിട്ട്. 7 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും ഇതിലെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിലും വഴിയിൽ നിന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനെങ്കിലും നമുക്ക് പറ്റണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ വണ്ടി പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. അത്രയും പോരെ? ആ പൊങ്ങി. അയ്യോ ടയർ പൊങ്ങി കാണിച്ചു തരാം. നിലത്തുനിന്ന് പൊങ്ങിയുണ്ട്. ഇനി കൈ കൊണ്ട് ഇങ്ങനെ കഴിക്കാം. സാധാരണ വീൽ കപ്പ് അഴിച്ചെടുക്കാൻ പറ്റും ചില വണ്ടി. അപ്പോൾ ഇതിൽ വീൽ കപ്പ് സെപ്പറേറ്റ് അഴിക്കാൻ പറ്റില്ല. ഇത് അഴിച്ചതിൻ്റെ ശേഷം അഴിക്കാൻ പറ്റുള്ളൂ വീൽ കപ്പ്. ഇത് എടുക്കണ്ട, കട്ടയില്ലേ എടുക്ക. ഇത് ഇച്ചിരി ടൈറ്റ് ഉണ്ട്. അതൊന്നും കൂടി വെയിറ്റ് കൂടുതൽ അതിൽ വന്നിട്ടാണ് തോന്നുന്നത്. ചളിയും മണ്ണൊക്കെ കയറിയിട്ടേ വെള്ളം കയറി നനഞ്ഞിട്ട് ഇതിൽ പറ്റും ഡസ്റ്റൊക്കെ ഇരുന്നിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. വർക്ക്ഷോപ്പിൽ ഈ യൂട്യൂബിൽ നിന്നുള്ള വിവരം നമ്മുടെ 2 സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ വീല് അഴിച്ചിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വീലിൻ്റെ എല്ലാ നട്ടും 4 നട്ടും അഴിച്ചിട്ടുണ്ട്. കണ്ടോ, 4 നട്ടും അഴിച്ചിട്ടുണ്ട്. ഇത് വണ്ടി ടയർ ഇതാ ഊരാൻ പോകുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് ഊരി കഴിഞ്ഞാൽ ടയർ മാറ്റി വെക്കരുത്. നേരെ നമ്മൾ എവിടെ വയ്ക്കുക, വണ്ടി ഈ ജാക്കിയിൽ നിന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കപ്പ് മാറ്റിയിട്ട് ഈ ടയർ ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കുക കേട്ടോ. അപ്പോൾ വണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്റ്റക്ക് ആയിട്ടുള്ള സാധനം, ഈ ഡ്രം. ഇതാണ്. അപ്പോൾ ഇതാണ് ഡ്രമ്മ്. ഇതിൻ്റെ അകത്താണ് ഈ ജാമായിട്ടുള്ള ഡസ്റ്റും ഈ പറഞ്ഞില്ല വെള്ളക്കെട്ടിലൂടെ ഇറങ്ങിയപ്പോഴുള്ള പ്രശ്നങ്ങൾ പറ്റിയപ്പോൾ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനൊരു പറഞ്ഞു തന്നുള്ള പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ചുറ്റികൊണ്ട് അടിക്കണം. അടിച്ച് ഇതിലത്തെ ഡസ്റ്റ് കളയണം. അപ്പോൾ അതിന് കൊണ്ട് അടിക്കണം. ഈ സ്ഥലം കാണിച്ചു കൊടുക്കും. ഈ സ്ഥലം പ്രഷർക്ക് കാണിച്ചു കൊടുക്കും കേട്ടോ. ഈ സ്ഥലങ്ങൾ ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ചുറ്റിയ കൊണ്ട് അടിക്കണം. ചുറ്റിയ എടുത്തിട്ട് വെച്ചേ
ഇവിടെ ഇതാ അവിടെ ചുമരും. ആ അപ്പോൾ ചുറ്റി കൊണ്ട് അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ ഈ ത്രെഡിൽ അടി കൊള്ളാൻ പാടില്ല. ഈ ത്രെഡിൻ്റെ ഇത് മാറും, അല്ലെങ്കിൽ ഇത് വല്ല ബെൻഡോ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ നെറ്റ് ബോൾട്ട് തിരിച്ചങ്ങോട്ട് ഇടണം. എല്ലാം തിരിച്ചിട്ട് ശ്രദ്ധ തെറ്റിയത് കോൺസെൻട്രേഷൻ വേണ്ട പണിയാണിത്. ജീവൻ പണയം വെച്ചുള്ള കളിയാണ്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇടണം. അപ്പോൾ നമ്മൾ നെട്ടെല്ലാം തിരിച്ച് ടൈറ്റ് ചെയ്ത് ചെറുതായിട്ട് മുറുക്കിയാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചുറ്റി എടുത്തിട്ട് നമ്മളെ പ്രയോഗം തുടങ്ങാൻ പോകണ്ട. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങുന്നില്ല. ഇതാണ് നമ്മുടെ വണ്ടീനെ നിശ്ചലമാക്കിയത്, ഇന്നലത്തെ യാത്രയും എല്ലാം കുളമാക്കിയത്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ അടി തുടങ്ങാൻ പോകും കേട്ടോ. ഇങ്ങനെ ഓരോ അടി അടിക്കുമ്പോൾ ഇതിലത്തെ ഡസ്റ്റൊക്കെ കൊഴിഞ്ഞ് താഴെ പോകുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് ഇത് ശരിയാകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മറ്റേ വീല് ശരിയാക്കിയത്. കുറേ നേരം ഇങ്ങനെ അടിക്കേണ്ടി വന്നു. അത് മാത്രമല്ല, അടിച്ചിട്ട് കണ്ട ഇത് ചപ്പാത്തി പോലെയായിരുന്നു. ഇത് ചതഞ്ഞു. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറില്ല എന്ന് തോന്നുന്നു ഇതിട്ട്, എന്നാലും ഇത് ചതഞ്ഞു അടി കൊണ്ടിട്ട്. അങ്ങനെ സാറില്ല. ഇനി ചപ്പാത്തി ഇല്ല, അവിടെ കടയിൽ മേടിക്കേണ്ടി വരും ഞങ്ങൾ. അയ്യോ അനങ്ങണില്ല. നമ്മൾ അടി തുടങ്ങണം. അപ്പോൾ ഗൈസ് നമ്മൾ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ വിത്ത് ഡയലോഗാണ്. അപ്പോൾ നിങ്ങൾ ഈ പരിപാടി നിങ്ങൾക്ക് അതാ അനങ്ങി അതാ കണ്ട, ഇത് ഇങ്ങനെ തന്നെ പണി. അപ്പോൾ നമ്മളൊരു വർക്ക്ഷോപ്പിൽ ആളെ വിളിച്ചാൽ വലിയ പൈസ കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ പൈസ ഈ സമയത്ത് കൊടുക്കേണ്ടി വരും. ഞായറാഴ്ചയും മഴയെല്ലാം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. കാരണം ഒരു പണി അറിയാത്ത ഒരുത്തൻ ചെയ്ത പണിയായിട്ട് ഇതിനെ കരുതിയിട്ട് പ്രോത്സാഹിപ്പിക്കണം. ഇതേപോലെ നമ്മൾ ഇന്നത്തെ ദിവസം വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അയാൾക്ക് കൊടുക്കേണ്ട ചിലവും സാമ്പത്തിക നഷ്ടമൊക്കെ ആലോചിച്ചാൽ വണ്ടി അങ്ങോട്ട് ഓടിച്ചു കൊണ്ടുപോകുമെങ്കിൽ കുഴപ്പം. ഇത് അയാളെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഓവർ ഡിമാൻഡൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ 100 ഇപ്പം പറയും. ഈ വലിയ കേട് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊണ്ട് ഷോറൂമിൽ കൊണ്ട് കൊടുക്കാം. കാരണം 7 വർഷമായിട്ട് വണ്ടി ഇതുവരെ ഒരു പണി തന്നിട്ടില്ല. പുതിയ വണ്ടി എടുത്താണ്. 7 വർഷം കഴിഞ്ഞ് കടമൊന്നുമില്ല. ഇപ്പോൾ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ വേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബായ് കറങ്ങുന്നുണ്ട്. ബായ് ഇനി തിരിച്ച് കറക്കിയോട്ടെ. എന്നാലും ചെറിയൊരു പിടുത്തം എവിടെ ഉണ്ട്. മറ്റേനും ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കറക്കിയപ്പോൾ അത് പോയി. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ചപ്പാത്തി കോലിൻ്റെ പരിപാടി ഇങ്ങനെയായിരുന്നു. മരക്കട്ടയ്ക്ക് പകരം മരക്കട്ട ഉണ്ടായില്ല. മരക്കട്ട എടുത്തിട്ട് എന്താ ചപ്പാത്തി കോല് ഇവിടെ പൊളിയുന്നുണ്ടേ. എന്ത് കാണിക്കും? ചപ്പാത്തി കോല് പൊളിഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ചപ്പാത്തിക്കോല് ചപ്പാത്തി പോയാലെന്താ കാറ് ശരിയാ മതി. അപ്പോൾ നമുക്ക് നേരത്തെ കൈ കൊണ്ട് ഇത് കറങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഗായ്സ് ഇപ്പം നമ്മളിത് കണ്ട ഇങ്ങനെ കറക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിലൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ചെറിയൊരു തടസ്സം എവിടെയുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ പോളിടെക്നിക്കിൽ പോകാത്തതുകൊണ്ട് ഇതിൻ്റെ ശാസ്ത്രീയതൊന്നും അറിയില്ല. എന്നാലും ഇത് കറങ്ങുന്നുണ്ട്. വണ്ടി ഓടിച്ചിട്ട് ഏതുവരെയെങ്കിലും എത്താൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം വന്ന് നമുക്ക് 4 അടിയും കൂടി അടിച്ച് നോക്കാം. ചിലപ്പോൾ ശരിയാവും. പിന്നെ ഡസ്റ്റ് പോകാഞ്ഞിട്ടാണെന്നല്ലേ പറയുന്നത്. കുറച്ചും കൂടി സ്മൂത്തായിട്ടുണ്ട്.
നല്ല ശബ്ദമുണ്ട്. ഒരു ചെറുതായിട്ട് ചെറിയൊരു പോർഷനിൽ മാത്രം ഒരു ശബ്ദമുണ്ട്. അത് അടിച്ചുകൊണ്ട് നമുക്ക് ശരിയാക്കാം. ഞാൻ നെട്ടിലൊക്കെ അടി കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ നെട്ട് ഇട്ടുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ അത് കറക്കിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുണ്ട്. കറക്കാം. ഇപ്പോൾ സൗണ്ട് പോയി. അതും ഞാൻ വേർത്ത് കുളിച്ചിട്ടാ ആദ്യമായിട്ട് ഇങ്ങനെ പണി ചെയ്താലും. നല്ല സംതൃപ്തി ഉണ്ടല്ലോ. നമ്മൾ തന്നെ നമ്മളെ കാറ് ശരിയാക്കിണ്ടേ. ചെറുപ്പത്തിൽ സൈക്കിളൊക്കെയാണ് ശരിയാക്കാറ്. നേരിട്ട് കാറിലേക്കാണ് പ്രമോഷൻ കിട്ടി. ഞാനീ പണി ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ജാക്കി ഇതാ ധ്യാനിച്ച് നിൽക്കണ പോലെ ഉണ്ട്. ധ്യാനിച്ചിരിക്കുന്നു. എൻ്റെ കാലില്ലല്ലോ. അപ്പം ശരിയായിട്ടുണ്ട്. ചെറിയൊരു തടസ്സമുള്ളത് എവിടുത്തെ ഡസ്റ്റാണെന്ന് അറിയാത്തതുകൊണ്ടുള്ള ഡസ്റ്റാണ്. എന്താണെന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേറെ ശാസ്ത്രീയത ഒന്നുമില്ല. ഈ ചുറ്റിക തട്ട് മാത്രം എല്ലാ വീഡിയോയിലും പറയുന്നുള്ളൂ. അത് തന്നെ മഴയത്ത് പിന്നെ കൂടുതലും ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കാതിരിക്കുക. ഗിയറിൽ വണ്ടി ഇട്ട് വെക്കുക. വലിയ ചളി വെള്ളക്കെട്ടിലൂടെ വണ്ടി ഇറക്കാതിരിക്കുക. ഇതൊക്കെയുള്ളതിന് മാർഗ്ഗങ്ങളെന്ന് തോന്നുന്നു. എല്ലാവരും പറഞ്ഞു കേൾക്കുന്നു. വേറെ വലിയ വിവരമുള്ള ആൾക്കാർ വീഡിയോയിലൊക്കെ അതാണ് പറയുന്നത്. നമ്മുടെ ഏകദേശം ശരിയായിട്ടുണ്ട്. ഓടി ശരിയായിക്കൊള്ളുന്ന ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി ചിലപ്പോൾ മിക്കവാറും ഇത് ഓടി ശരിയാവുമായിരിക്കും. കാരണം അത്രയും സ്മൂത്തായിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ദിവസമായി വണ്ടി എടുത്തിട്ട് ഇതാ കയ്യിലൊരു മുറിവ് കിട്ടിയിട്ട് ഒരു അടി കിട്ടി. സാറില്ല, ത്തിൻ്റെ ഇടയിൽപ്പെട്ട. ഓക്കെ, നിർത്താം അല്ലേ? അപ്പോൾ ഇനി ഇതിപ്പോൾ അത് സ്മൂത്തായിട്ടുണ്ട്. അങ്ങോട്ടും കറങ്ങുന്നുണ്ട്, ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് വീല് പിടിച്ചിടാം. നോക്കാം. നമുക്ക് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. നെട്ടഴിച്ചു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നേരെ യൂട്യൂബിൽ നോക്കുക, സെർച്ച് ചെയ്യുക. ഇഷ്ടംപോലെ വീഡിയോകളുണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ചെയ്താൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി അടുത്ത് വീലിടാൻ പോകുന്നു. ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഈ ഇതിൻ്റെ അകത്ത് സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിരുന്ന ടയറാണ്. കാരണം അഴിച്ച ടയർ നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അടിയിൽ. ഇൻ കേസ് നമ്മുടെ ജാക്കി തെന്നിക്കഴിഞ്ഞാൽ ഇത് ഇരുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടയർ ഇവിടെ ഇടുന്നതെന്ന് വിവരമുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അത് അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ടയർ തിരിച്ചിടണം. കമാ, ആദ്യമായിട്ടാണ് ഒരു ടയർ വണ്ടിയുടെ വീല് ഇങ്ങനെ എടുത്തിട്ട് സിനിമ സ്റ്റൈലിൽ എടുത്ത് ഇടുന്നത് ഗൈസ്. അപ്പോൾ ഞാനത് ഫിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്, നമ്മൾ ടയർ ഇട്ടിരിക്കുന്നു. കണ്ടോ, ടയർ ഇട്ട് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ വീൽ കപ്പും കൂടി നമുക്ക് വീൽ കപ്പും കൂടി ഇടണം അതിൽ. ആ, അതങ്ങനെ തന്നെ. അത് ചെയ്താൽ മതി.
വീൽ കപ്പ് ഇടണം നമ്മൾ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീൽ കപ്പും വിജയകരമായി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നെട്ടുകൾ ഇടാം. നട്ട് ആൻഡ് ബോൾട്ട് കട്ട് ചെയ്തില്ലേ? നമ്മുടെ നെട്ടുകൾ നമ്മൾ ഇതിലിടാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ച് ബാലൻസ് ചെയ്ത് ഇടണം, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ ഈ വീൽ ഇങ്ങോട്ട് വരികയാണ്. അവർ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ വണ്ടിക്ക് ഓരോ പോലെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ ഇടുന്നുണ്ട്. ഇതിൽ വീൽ കപ്പ് ഒരു ഡിസ്റ്റർബൻസ് ആണ് ഈ വണ്ടിയിൽ. മറ്റേതിലൊക്കെ വീൽ കപ്പ് സെപ്പറേറ്റ് ഇടുന്ന കാരണം നമ്മൾ കണ്ട വീഡിയോയിൽ ടയർ കറക്റ്റ് പിടിച്ചിട്ടതിൻ്റെ ശേഷം വീൽ പിടിച്ചിട്ടതിൻ്റെ ശേഷമാണ് വീൽ കപ്പ് അവർ ഇട്ടിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വീൽ കപ്പ് ഇതിൻ്റെ കൂടെ ഇടേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നന്നായി ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് ജാക്കിയിൽ നിന്ന് താഴെ ഇറക്കാം. എന്നിട്ട് നമുക്ക് വണ്ടി മൂവ് ചെയ്യിപ്പിച്ച് നോക്കാം. ഒന്ന് മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇക്കാര്യം ഒക്കെ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് എടുത്തല്ലേ, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ആ ബെല്ലൈക്കണൊക്കെ ഞെക്കിയിട്ട് ഞങ്ങളെ സഹായിക്കണം. ഇതുപോലത്തെ വീഡിയോകൾ കുറേ ചെയ്യണം, ഇങ്ങനെ ഇൻഫോർമേറ്റീവായിട്ടുള്ള. അപ്പോൾ നിങ്ങളുടെ എല്ലാം സഹായം ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ടൈറ്റ് ആക്കി. അപ്പം ഇനി നമ്മുടെ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാം. ടയർ വെറുതെ കറങ്ങണം. ഇത്ര നേരം ടയർ അനങ്ങാതെ ഇരിക്കുന്നു. എടുക്കില്ലേ? കിട്ടുന്നുണ്ടോ വീഡിയോ? അത് വെറുതെ എന്നെ പറ്റിക്കാണ് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ടയർ ഈ കൈ എടുത്തോ, ഈ കൈ എടുക്കുക. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതൊക്കെ തിരിയണൊക്കെ കിട്ടണ്ട. നല്ല വീഡിയോയിലേക്ക് പ്രേക്ഷകരിലേക്ക് ഇത് എത്തണ്ടേ. നിങ്ങൾ സ്റ്റക്കായ ടയർ കറങ്ങുന്ന കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ജോലി വിജയിച്ചിരിക്കുന്നു. ഒന്നാം ഘട്ടം ടയർ തിരിഞ്ഞു പോയുണ്ട്. എങ്ങനെ
അത് ചരിഞ്ഞ സ്ഥലത്തല്ലേ ഇരിക്കുന്നത്. ഓ നമുക്ക് ജാക്കി അത് എടുത്ത് വയ്ക്കാം. എടുത്തേക്കാം എടുത്തേക്കാം. പിന്നെ എടുത്ത് വയ്ക്കാം. ഇപ്പം ഇനി ടയർ മുറുക്കട്ടെ. വണ്ടി മൂവാണ്. ശരിയായില്ലേ? ശരിയായില്ലേ? സക്സസ്. നമ്മൾ നടുവിളക്ക് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പരിപാടികൾ സക്സസ് ആയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കാറ് നമ്മൾ എടുക്കാൻ പോകണം. കാർ എടുത്തിട്ട് കുറച്ച് എയറൊക്കെ അടിക്കാറുണ്ട്. കാറും കൊണ്ട് നമ്മളൊന്ന് കറങ്ങിയിട്ട് വരും. എന്നിട്ട് കുളിച്ചാൽ കുളിക്കാം. ഓക്കെ സക്സസ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ പരിപാടികൾ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവരും മറക്കണ്ട, സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.